ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്തെന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഒരുവൻ തന്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളുടെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയും. ശാന്തനായിരുന്നുകൊണ്ട് തിരുവചന സന്ദേശം ശ്രവിക്കാം. സന്ദേശം നൽകുക ബഹുമാനപ്പെട്ട തോമസ് വെട്ടിക്കാട്ടശാണ്. ബഹുമാനപ്പെട്ട പ്രൊഫഷലച്ച വലിയ അധ്യായ ഡിക്കൻ അനൂപ് ദേവന്റെ മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പർദീസയിൽ ആദ്യ മനുഷ്യരോട് ദൈവം ഒരു സമ്മാനം വാഗ്ദാനം ചെയ്തു. ഈ ലോകത്തിൻ്റെ സകല മാലിന്യങ്ങളെയും അകറ്റുന്ന ഒരു സമ്മാനം, ഈ മണ്ണിന്റെ എല്ലാ മലിനതയെയും പരിഹരിക്കുന്ന ഒരു സമ്മാനമാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം തന്റെ വാഗ്ദാനം പാലിച്ചു. ദൈവത്തിന്റെ ഈ വാഗ്ദാന പൂർത്തീകരണത്തിന്റെ ഓർമ്മയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ആചരിച്ച ക്രിസ്മസ്. ദൈവം ലോകത്തിന് നൽകിയ സമ്മാനം മറ്റൊന്നുമല്ലായിരുന്നു, തന്റെ ഏകജാതൻ തന്നെയായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തില് ഈ സമ്മാനത്തെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: തന്നിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു എന്ന്. ദൈവം വാഗ്ദാനം ചെയ്ത ഈ സമ്മാനം ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. ഈശോ മിശിഹായില് അത് പൂർത്തിയാവുകയും ചെയ്തു. ക്രിസ്മസിന്റെ ഓർമ്മ നമ്മുടെയൊക്കെ മനസ്സിൽ സജീവമായിട്ട് നൽകുന്ന ഈ ദിവസം തന്നെ ദൈവം ലോകത്തിന് മറ്റൊരു സമ്മാനം നൽകുന്നതിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയ അനൂപ് ശമാശനാണ്. പുരോഹിതൻ എന്ന ദാനമോ സമ്മാനവുമാണത്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയും സഭയും എക്ലേസിയ യൂക്കറിസ്റ്റിയ എന്ന ചാക്രിക ലേഖനത്തില് പൗരോഹിത്യവും സഭയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും, അപ്പസ്തോലന്മാർ വരെ എത്തുന്ന മെത്രാന്മാരുടെ പിന്തുടർച്ച ക്രമത്തിൽ നിന്നും ദൈവം ലോകത്തിന് നൽകുന്ന സമ്മാനമാണ് പുരോഹിതനെന്ന്. അപ്പസ്തോലന്മാർ വരെ എത്തുന്ന മെത്രാന്മാരുടെ പിന്തുടർച്ച ക്രമത്തിൽ നിന്നും ദൈവം ലോകത്തിന് നൽകുന്ന സമ്മാനമാണ് പുരോഹിതൻ. പുരോഹിതൻ ദൈവം ലോകത്തിന് നൽകുന്ന സമ്മാനമാണെന്നാണ് പരിശുദ്ധ പിതാവ് പറയുക. എന്തുകൊണ്ടാണ് ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത് പുരോഹിതനാക്കുന്നത്? പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തില് ദൈവം നൽകുന്ന ആദ്യത്തെ വിളിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് അബ്രാഹത്തിന്റെ വിളിയാണ്. അബ്രാഹത്തിനെ ദൈവം വിളിച്ചിട്ട്
അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറയുന്നത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുമെന്ന്. അബ്രാഹത്തെ ദൈവം വിളിച്ചത് അനുഗ്രഹിക്കാനും അനുഗ്രഹമാകുന്നതിനും വേണ്ടിയിട്ടാണ്. അബ്രാഹത്തെ അനുഗ്രഹിക്കാൻ മാത്രമല്ല, അബ്രാഹത്തിലൂടെ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അബ്രാഹത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. അതുപോലെ തന്നെ ഓരോ പുരോഹിതനെയും സഭയില് ഇന്ന് ദൈവം വിളിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും അനുഗ്രഹമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമാകുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഒരു പുരോഹിതൻ, വൈദികൻ ലോകത്തിന് അനുഗ്രഹമായിട്ട് മാറുന്നത്? അത് ഈശോമിശിഹായുടെ മനുഷ്യാവതാര രഹസ്യങ്ങളെ പരികർമ്മം ചെയ്യുന്നതിലൂടെയും ക്രിസ്തുവിന്റെ വിമോചന പ്രക്രിയയിൽ സജീവമായിട്ട് പങ്കുപറ്റുന്നതിലൂടെയുമാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യത്തില് ഈശോമിശിഹായുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തില് തന്റെ ദൗത്യത്തെ കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ട്. യേശയ്യായുടെ കീർത്തനം ആലപിച്ചുകൊണ്ട്, ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനും ബന്ധിതരെ മോചിപ്പിക്കുന്നതിനും കർത്താവിനെ സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുന്നതിനുമാണ് എന്ന് ഈശോ പറഞ്ഞു. ഈ ഒരു ദൗത്യം തുടരുക എന്നതാണ് പുരോഹിതന്റെ ധർമ്മം. അതുകൊണ്ട് ഒരുവൻ സഭയിലെ അഭിഷേകം ചെയ്യപ്പെടുന്നത്, പുരോഹിതനായിട്ട് രൂപപ്പെടുത്തുന്നത് ഈശോമിശിഹായുടെ വിമോചന പ്രക്രിയയിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ടാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ, ബന്ധിതർക്ക് മോചനം നൽകാനും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുവൻ സഭയില് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അബ്രാഹത്തെ വിളിച്ചപ്പോൾ ദൈവമായ കർത്താവ് അബ്രാഹത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, നീ കുറ്റമറ്റവനായിരിക്കുക, എന്റെ മുമ്പിൽ വ്യാപരിക്കുക എന്നായിരുന്നു. വിശുദ്ധനായിട്ട് ജീവിക്കണം എന്നാണ് അബ്രാഹത്തോട്, കുറ്റമറ്റവനായിരിക്കണം എന്നാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞത്. വിശുദ്ധനായിട്ട് ജീവിക്കുക എന്നത് വിളിക്കപ്പെട്ടവന്റെ ദൗത്യമാണ്. തീർച്ചയായിട്ടും സഭയില് പുരോഹിതനായിട്ട് ചെയ്യുന്നവര്, വൈദികനായിട്ട് ജീവിക്കുന്നവരിൽ നിന്നും സഭ ആഗ്രഹിക്കുന്നതും ദൈവജനം അഭിലഷിക്കുന്നതും പുരോഹിതന് വിശുദ്ധനായിരിക്കണം എന്നുള്ളതാണ്. പുരോഹിതന്റെ വിശുദ്ധിയെ കുറിച്ചാണ് നമ്മുടെ പട്ടക്രമത്തില് പ്രാർത്ഥനകളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതന്റെ വിശുദ്ധിയെ കുറിച്ച് സവിസ്തര പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിലൊക്കെ പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. വൈദികൻ നിശബ്ദമായിട്ട് ചൊല്ലുന്ന ക്രൂശാപ പ്രാർത്ഥനകളൊക്കെ പുരോഹിതന്റെ വിശുദ്ധിയെ കുറിച്ചുള്ള പ്രഘോഷണങ്ങളാണ്. വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിന് ശേഷം മുമ്പ് അൾത്താരിയെ സമീപിക്കുമ്പോൾ വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി ഈ ബലി അർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധനായിട്ട് ജീവിക്കുക എന്നത് പുരോഹിതന്റെ ധർമ്മമാണ്. നമുക്കറിയാം, വിശുദ്ധനായിട്ട് ജീവിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഭൗതികത്തിന്റെ അതിപ്രസരത്തിൽ ജീവിക്കുന്നവരായ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് ക്ലേശകരമായ കാര്യം തന്നെയാണ്. പക്ഷേ വൈദികൻ സമൂഹത്തില് വിശുദ്ധനായി ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തില് പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായത്തില് കാനാൻ ദേശത്തേക്ക് പലായനം ചെയ്യുന്ന ഇസ്രായേൽ ജനതയുടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന മോശയെ കാണുന്നുണ്ട്. ഇസ്രായേൽക്കാര് തങ്ങളുടെ പലായനത്തിന്റെ വഴികളിലുടനീളം അനേകം ചെറു രാജ്യങ്ങളോട് യുദ്ധം ചെയ്താണ് അവർ മുന്നോട്ട് പോയത്. അങ്ങനെ അവരെ അമലേഖന്റെ രാജ്യത്തെത്തി. അമലേഖനുമായിട്ട് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിന്റെ പല അവസരങ്ങളിലും ഇസ്രായേൽക്കാർക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നു. മോശ മലമുകളിലെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മോശ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിലൊക്കെ അമലേഖയുടെ മുമ്പില് ഇസ്രായേൽക്കാര് വിജയം പ്രാപിക്കുന്നുണ്ട്. പക്ഷേ മോശയുടെ കരം തളർന്നു താഴുമ്പോഴൊക്കെ ഇസ്രായേൽക്കാര് പരാജയപ്പെടുന്നു. അവസാനം അഹരോനും ഹൂറും കൂടി മലമുകളിലെത്തി ഒരു കല്ലുരുട്ടി മാറ്റി മോശയെ അതിലിരുത്തിയിട്ട് ഇരുവശങ്ങളിൽ നിന്ന് മോശയുടെ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അസ്തമയം വരെ മോശ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽക്കാര് അമലേഖരുടെ മേലെ അന്തിമ വിജയം നേടി. മോശയുടെ പ്രാർത്ഥന തിന്മയോടുള്ള യുദ്ധത്തില് ഇസ്രായേൽക്കാർക്ക് വിജയത്തിന് കാരണമായിട്ട് മാറി. ഒരു പുരോഹിതനും വിശുദ്ധനായിട്ട് ജീവിക്കണമെന്ന് ദൈവജനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അവർ തീർച്ചയായിട്ടും യുദ്ധത്തിന്റെ ഭൂമിയിലാണ് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് തന്നെ ജീവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് പുരോഹിതന്റെ കരുത്തായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ വൈദികരെ വിശുദ്ധരായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം പോലെ, മറിച്ച് ഈ പുരോഹിതന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് നിരന്തരം ദൈവത്തിന്റെ മുമ്പിൽ ഉയർന്ന കരങ്ങളുമായിട്ട് പ്രാർത്ഥിക്കുന്നവരാകണം ദൈവജനം. ഇപ്രകാരം പ്രാർത്ഥിച്ചില്ല എങ്കിൽ പുരോഹിതൻ വിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോട് ഒരിക്കല് അദ്ദേഹത്തിന്റെ ഒരു കോൺഫറൻസില് ഏതാനും ആൾക്കാർ ലോകത്തിലുള്ള വൈദികരെ കുറിച്ച്, മെത്രാന്മാരെ കുറിച്ച്, വഴിതെറ്റിയ ചിലരുടെ ജീവിതങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഒരു വനം വളരുന്നതിന്റെ ശബ്ദം നമ്മളാരും കേൾക്കാറില്ല, എന്നാൽ ഒരു മരം വീഴുന്നതിന്റെ സ്വരം നമ്മൾ കേൾക്കുകയും ചെയ്യും. ഒരു വനം വളരുന്നതിന്റെ ശബ്ദം നമ്മളാരും കേൾക്കാറില്ല, എന്നാൽ ഒരു മരം വീഴുന്നതിന്റെ ശബ്ദം നമ്മളെല്ലാവരും കേൾക്കുകയും ചെയ്യും. ലോകത്തില് ലക്ഷോപലക്ഷം വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങള്, വിദൂര ഗ്രാമങ്ങളിലും വനാന്തരങ്ങളിലും ഒക്കെ ദൈവജനത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന വിശുദ്ധരായ അനേകം വൈദികരും സമർപ്പിതരുമുണ്ട്. അവരെ കുറിച്ചുള്ള വാർത്തകളൊന്നും മാധ്യമങ്ങളിൽ വരാറില്ല. എന്നാൽ എവിടെയെങ്കിലും ഒരു വൈദികനോ ഒരു സമർപ്പിതനോ വീഴ്ച സംഭവിച്ചാൽ അത് വലിയ വാർത്തയാകും. അത് മാധ്യമ വിചാരണയ്ക്കും പരസ്യ വിചാരണയ്ക്കും വിധേയപ്പെടുത്തും. അയൽപക്കങ്ങളിലും വീട് വിടാന്തരങ്ങളിലും കയറിയിറങ്ങി നമ്മൾ വാർത്തകൾ പ്രചരിപ്പിക്കും. ഇന്നിടത്ത് ഒരു അച്ഛനിൽ വീഴ്ച സംഭവിച്ചു എന്ന്. ഇപ്രകാരമുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ ഓർമ്മിക്കണം, ദൈവത്തിന്റെ മുമ്പില് മോശയെ പോലെ നിങ്ങളുടെ വൈദികർക്ക് വേണ്ടിയിട്ട് കരം വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ നൽകുന്ന സൂചനകളെന്ന് നമ്മൾ വിസ്മരിക്കാതിരിക്കുക. അതുകൊണ്ട് വൈദികരെയും സമർപ്പിതരെയും വിമർശിക്കുമ്പോഴും വിചാരണ ചെയ്യുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. നന്നേ ചെറുപ്പത്തില് നമ്മുടെ അനൂപ ശമ്മാസനെ പോലെ വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ രണ്ട് കൈയും വീശി വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചവരാണ് നിങ്ങളുടെ വൈദികരും സമർപ്പിതരുമൊക്കെ. അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിക്കുമ്പോൾ ദൈവം മാത്രം മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 45:22 പറയുന്നത് പോലെ, ദേശത്ത് ഇനി അവന് യാതൊരു ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല, മറിച്ച് ദൈവമായ കർത്താവായിരിക്കും അവന് അവകാശവും ഓഹരിയുമെന്ന്. ദൈവത്തെ മാത്രം അവകാശമാക്കി ജീവിക്കുന്നവരും ജീവിക്കേണ്ടവരുമാണ് പുരോഹിതര്. ദൈവത്തെ മാത്രം ഓഹരിയായിട്ട് ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും മുമ്പിലുണ്ടാവും. അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവജനമാണ് അവർക്ക് മുൻപിലുണ്ടായിരിക്കേണ്ടത്, ശക്തിയായിരിക്കേണ്ടത്. മൺപാത്രത്തിലെ നിധി എന്നാണ് സന്യാസ പൗരോഹിത്യ ദൈവവിളികളെ കുറിച്ച് വിശുദ്ധാത്മാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത്. മൺപാത്രങ്ങളിൽ ലഭിക്കുന്ന നിധിയാണിത് എന്ന് പറഞ്ഞാൽ അത്യന്തം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടവര്. സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോയാൽ നിലത്ത് വീണ വേഗം ഉടഞ്ഞു പോകാവുന്ന നിധിയാണിത്. ഈ നിധി സൂക്ഷിക്കുക എന്നത് എളുപ്പമല്ല. പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പാപ്പ ഇപ്രകാരം പറയും, ദൈവമായ കർത്താവ് പുരോഹിതന്റെ കയ്യിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനുള്ള ധീരമായ സാഹസികത കാണിക്കുന്നവയാണ്. ദൈവമായ കർത്താവ് പുരോഹിതന്മാരുടെ കയ്യിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ധീര സാഹസികത കാണിക്കുന്നവരെന്ന്. ദൈവത്തിന്റെ സാഹസികതയാണ് പൗരോഹിത്യം എന്നത്. ദൈവം റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നതാണ് പൗരോഹിത്യ അഭിഷേകം. തന്റെ വിശുദ്ധരായ വൈദികനെ അഭിഷേകം ചെയ്ത് ഉയർത്തി ദൈവം റിസ്ക് എടുക്കുന്നു ദൈവജനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, വൈദികനായിട്ട് ഒരുവരെ ഉയർത്തി അഭിഷേകം ചെയ്ത് തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൈദികനാണ്. അനൂപച്ചനെ പുരോഹിതനായിട്ട് ഈ ഇടവകയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞയക്കുമ്പോൾ ഓർമ്മിക്കണം, അനൂപച്ചന് വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവജനത്തിന് വേണ്ടിയിട്ടാണ്. ദൈവജനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിതരാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പിൻബലം ഉണ്ടാകണം, നിങ്ങളുടെ ത്യാഗത്തിന്റെ പിൻബലം ഉണ്ടാകണം. ഈ ഒരു പിൻബലമുണ്ട് എങ്കിൽ നിങ്ങളുടെ വൈദികരെ വിശുദ്ധരായിട്ട് ജീവിക്കും, വിശ്വസ്തരായിട്ട് ജീവിക്കും. ദൈവരാജ്യത്തിലേക്കുള്ള നിങ്ങളുടെ തീർത്ഥയാത്രയിൽ നിങ്ങൾക്ക് വഴികാട്ടാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് മുന്നേറേണ്ടവരാണ്. വളരെ മനോഹരമായിട്ട് ദേവാലയവും പരിസരവും ഒക്കെ ഒരുങ്ങി നാളുകളായിട്ട്
ഈ പൗരോഹിത്യ ശുശ്രൂഷ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങുകയായിരുന്നു. സഭയെയും പൗരോഹിത്യത്തെയും പുരോഹിതനെയും ഏറെ ആദരിക്കുന്നവരാണ് നമ്മളെന്ന് നമ്മുടെ ലോകം പ്രഖ്യാപിക്കുകയായിരുന്നു. ഒരു പുരോഹിതൻ സഭയ്ക്ക് അമൂല്യമായ സ്വത്താണെന്ന് നമ്മൾ പറയുകയായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. അതിന് നമുക്ക് ഒന്നിച്ചുള്ള യാത്രയാണിത്. ദൈവരാജ്യത്തിലേക്കുള്ള ഒന്നിച്ചുള്ള യാത്ര. വൈദികരും സമർപ്പിതരും വിശ്വാസികളുമാകുന്ന സമർപ്പിത സമൂഹം, തീർത്ഥാടക സമൂഹം ദൈവരാജ്യത്തിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ഈ യാത്രയിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, പരസ്പരം സഹായിക്കാം, പരസ്പരം ശക്തിപ്പെടുത്താം. അനുഭവത്തിന് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇന്നും തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിനും ഈ ഇടപെട സമൂഹത്തിനും അനുഭവത്തിലൂടെ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രത്യാശയോടുകൂടി കർത്താവേ, നിങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകന്റെ പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവിന്റെ പിതാവുമായ ജോർജ് മെത്രാപ്പോലീത്തയുടെയും ഞങ്ങളുടെ ദൈവദാസനായ ജോസഫ് മെത്രാപ്പോലീത്തയുടെയും ജോർജ് രാജേന്ദ്ര മെത്രാന്റെയും അവരുടെ ശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവേ, ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം ത്യജിച്ച് കുരിശുമെടുക്കുന്നതിന്റെ ഭംഗിയെ അനുഭവിക്കുവാനും എല്ലാവരും ഉപരിയായി തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യ വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങയെ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനയഹൃദയനുമായ അങ്ങയിൽ നിന്ന് പഠിക്കുവാനും നന്ദിയുടേതായ ഈ പരാജയത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സംബന്ധമായി എല്ലാവർക്കും പകർന്നുകൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോക മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്ക് നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലേതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആളുകളെ തേടിപ്പിടിക്കുവാനും അങ്ങയുടെ അചരണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുരിതർക്കും നല്ല സമയക്കാരനായിരിക്കുവാനും ഔഷധിയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അമിതാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തിരുപ്പണ്ടദാന ശുശ്രൂഷയുടെ സുപ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദൈവിക പദ്ധതി നിർവഹിക്കപ്പെടുന്നതിന് തന്നെ ശക്തനാക്കണമേ എന്ന് 122 സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് പുരോഹിത ശ്രേഷ്ഠൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. Oh
എന്നതുപോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്ക് എന്നതുപോലെയും കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. ഞങ്ങളുടെ ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, നിർമ്മലരായ ആത്മാക്കളെ നിഗൂഢമായി പ്രകാശിപ്പിക്കുകയും സജ്ജീകൃതമായ ദീപങ്ങളിൽ ശുദ്ധതയുടെ പ്രകാശരംശികൾ പരസ്യമായി ഉജ്ജ്വലിപ്പിക്കുകയും സകലരുടെയും നന്മയ്ക്കായ അനവരതം കതിരുകൾ ചിന്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ സുദീർഘമായ പ്രഭയാൽ അങ്ങയുടെ മുൻപാകെ പ്രിയപൂർവ്വം പ്രണമിക്കുന്ന അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. സന്നദ്ധതയോടെ അങ്ങയുടെ ദാനം സ്വീകരിക്കുവാനും തിളങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മരണീയമാം വിധം സ്വീകരിക്കുവാനും അധികാരപൂർവ്വം അത് മറ്റുള്ളവരുടെ മേൽ ചൊരിയുവാനും അങ്ങയുടെ കൃപയാൽ ഇയാളെ യോഗ്യരാക്കണമേ. പൗരോഹിത്യധർമ്മം ശ്രദ്ധാപൂർവം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ നിർമ്മലരായി പ്രകടനം ചെയ്യുവാനും ഇയാൾക്ക് വരം നൽകണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യം ഈ ദാസന് നൽകുവാനായി പരിശുദ്ധാത്മാവെ വേഗം കടന്നിറങ്ങണമേ എന്ന ഹൃദയസ്പർശിയായ ഗാനമാണ് തുടർന്നാലപിക്കുന്നത്. മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പദവി ഈ ദാസന് നൽകുവാൻ പരിശുദ്ധാത്മാവിനോട് ദൈവജനം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുരോഹിതൻ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ ഒന്നൊന്നായി വ്യക്തമായി ഏറ്റുപറഞ്ഞുകൊണ്ട് അവയുടെ വിശിഷ്ടമായ നിർവഹണത്തിന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകണമേ എന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഏകസ്വരത്തിൽ ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയിലങ്ങട്ടെ
പുരോഹിതാർത്ഥിയെ സ്നേഹിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. 2 മുട്ടുകളും കുത്തുന്നത് 2 ദാനങ്ങൾ അഥവാ 2 നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. ബലിയർപ്പിക്കുക, മാമോദീസ നൽകുക എന്നീ 2 പുരോഹിത കർത്തവ്യങ്ങളെയാണ് 2 നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങൾക്ക് ജന്മം നൽകി അവരെ ദിവ്യഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും പ്രതാപവും ലഭിക്കുന്നുവെന്ന് വ്യക്തമാക്കുവാനാണ്. പരിശുദ്ധമായി കർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ പിതാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് കൃപ പിതാവായ ദൈവത്തിന്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനരായ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ ദൈവിക ദാനം ഒഴുകപ്പെടുന്ന സമയം. തുടർന്ന് വരുന്ന 2 കൈവെപ്പ് പ്രാർത്ഥനകളോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ചാക്കോ കരിങ്ങാട് മിശിഹായുടെ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. കാർമികൻ ഇടതുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന യാചനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലതുകരം പുരോഹിതാർത്ഥിയുടെ മേൽ ഉയർത്തിപ്പിടിക്കുന്നത് സത്യാത്മാവ് ഇയാളുടെ മേൽ ദൈവിക ദാനങ്ങൾ വർഷിക്കട്ടെ എന്ന് സൂചിപ്പിക്കുവാനാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന സ്മൈഹികാധികാരം ഉപയോഗിച്ച് തിരുസഭയിൽ മിശിഹായുടെ പുരോഹിതനാകുവാൻ സമർപ്പിക്കപ്പെടുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും ദൈവസുതന്റെ അനുഗ്രഹത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പൂർണ്ണനാക്കണമേ എന്ന് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വൈദികാർത്ഥിയുടെ നെറ്റി മുതൽ പുറകോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ഘോഷണ ചെയ്യുന്നു. തിരുവചനം പ്രഘോഷിക്കുവാനും രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപങ്ങൾ മോചിക്കുവാനും അധികാരം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദികാർത്ഥിയെ ഘോഷണ ചെയ്യുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന നിമിഷത്തിൽ ഈ സഹോദരന് വേണ്ടി തീക്ഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അമ്നിയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി എന്നെ അങ്ങ് നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവയ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്നേഹിക പാരമ്പര്യം അനുസരിച്ച് അങ്ങയുടെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേൽ ഇറങ്ങി വന്ന അങ്ങയുടെ ഏകജാതന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാകട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന ചാക്കോ കരിങ്ങാടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവ്വശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവരുടെ സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തെരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ നിഗമനം ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാകർത്തത്തിന്റെ നിർമ്മതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്യുമല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോക രാജാവേ, അങ്ങയുടെ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തെരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലിയും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനഃശാന്തിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ
ഭവിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിന്റെ പാപവാക്യത്തിന് വിളിക്കപ്പെടുന്നവരുടെയും നിഗൂഢമായ ജനത്തിനു വേണ്ടി പാപമോചനമായ മാമോദിസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിഭാഗം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുൻപിൽ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതന്റെയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തി ജനകമായ സിംഹാസനത്തിന് മുൻപാകെ പ്രത്യാശപൂർവ്വം നിൽക്കുന്നതിനു വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ കർത്താവിന്റെ പുരോഹിതൻ, തിരുസഭയ്ക്ക് ഒരു നവവൈദികൻ, ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ പരികർമ്മം ചെയ്യുവാൻ മിശിഹായുടെ പൗരോഹിത്യത്തിന് അവകാശം ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോ കരിങ്ങാടച്ചനെ അഭിവന്ദ്യ പിതാവ് നവവൈദികന്റെ തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. ശാന്തമായി ഇരുന്നു കൊണ്ട് നമുക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. മിശിഹായുടെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഭക്തിയായും സേവന സന്നദ്ധതയും സത്യം, നീതി, വിശ്വസ്തത മുതലായവയെ സൂചിപ്പിക്കുന്ന കൊത്തിനായുടെ മീതം ധരിക്കുന്ന അരക്കെട്ട് സൂനാറയും ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പ്രതീകമായ ഊണാറയും അണിഞ്ഞിരിക്കുന്ന നവവൈദികനെ അഭിമന്യ പിതാവ് ഇപ്പോൾ നീതിയുടെ വസ്ത്രവും ഇടയധർമ്മത്തിന്റെ പ്രതീകമായ കാപ്പയും കൈകളിൽ അണിയുന്ന സന്ധ്യയും ധരിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നർമ്മല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പഠിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും കടമയുള്ളവനാണ് വൈദികൻ. ഇത് സൂചിപ്പിക്കുവാൻ വേണ്ടി അഭിമന്യ പിതാവ് നവവൈദികന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികനെ നെറ്റിയിൽ റോഷ്മ ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ നവവൈദികനെ ശിരസിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവിന്റെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ എന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം എന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ചാക്കോ കരിങ്ങാട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശദീകരിക്കുന്നതിനുമായി നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ഈ മഹാദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് വരുന്ന പ്രാർത്ഥനാ ഗാനത്തിൽ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും
ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ നാമം കീർത്തിക്കും. തുടർന്ന് വരുന്ന പ്രാർത്ഥനാഗാനത്തിനിടയിൽ അർഹനിയാമനാൽ നയിക്കപ്പെട്ട് നവവൈദികൻ ആദ്യം ബലിപീഠത്തിന്റെ വലതുവശവും പിന്നീട് ഇടതുവശവും ചുംബിക്കുകയും തുടർന്ന് അഭിമന്യ പിതാവിന്റെ മട്ടിൽ മട്ടുകുത്തി പിതാവിന്റെ കരം ചുംബിച്ച് ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് സാഹോദര്യത്തിന്റെ ഒരു രംഗം. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത വൈദിക ഗണം മുഴുവനും തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവവൈദികന്റെ കരങ്ങൾ ചുംബിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാശംസകളും അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികർ മധുബർക്കയോടെ പ്രവേശിച്ച്
നവവൈദികനെ അഭിനന്ദനം അറിയിച്ച ശേഷം സംഗീതത്തിലൂടെ കടന്ന് സ്വസ്ഥാനങ്ങളിലേക്ക് പോകുന്നു.
തുടർന്ന് വരുന്നത് സഹായാഭ്യർത്ഥന പ്രാർത്ഥനകളാണ്. അതേ തുടർന്ന് സമാപന ആശീർവാദവും. മിശിഹായുടെ ദാസനും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥനും എന്ന നിലയിൽ ദൈവത്തിനും ദൈവജനത്തിനും സേവനമനുഷ്ഠിക്കുന്നതിനും സഭയിലെ വിശ്വസ്ത ശുശ്രൂഷകനായി ജീവിക്കുവാനുമുള്ള കർത്താവിന് ബഹുമാനപ്പെട്ട ചാക്കോകരിക്കാളെ നൽകണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാത്തിൽ നിന്നും ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമനമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനഃസാക്ഷിയെ ഔദ്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധകന്യകയും അനുഗ്രഹീത മാതാവും പ്രഭാവനപൂർണ്ണയും ഭാഗ്യവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ യോസേഫിന്റെയും സ്നാപക യോഹന്നാന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്വയോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭാരതത്തിന്റെ
അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാസ്ലിഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ജനവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സാക്ഷിയായ മാനസ്തപ്പാനോസിന്റെയും പൗരസ്ത്യപുരക്കന്മാരായ മാർത്തായുടെയും മാർമാരുടെയും മാറിയാക്കോവിന്റെയും മാർഗീവർഗീസിന്റെയും മാർഗിയാക്കോസിന്റെയും മറ്റു സാക്ഷികളുടെയും മാറപ്പൈന്റെയും മറ്റു മന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുന്നവരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് തന്നെ ശക്തനാകട്ടെ. പൗരോഹിത്യത്തിന്റെ മകനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ മഹനീയ ദിനത്തിന് അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വഴി തിരിച്ചറിയാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവജനത്തിനും വേണ്ടി സ്വയം കത്തിയെറിഞ്ഞ് തീരാനുള്ള നവവൈദിക സന്നദ്ധതയും ശുശ്രൂഷ പൗരത്വത്തിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തി അഭിനന്ദ പിതാവിനെ തനിക്കുള്ള സ്നേഹവും നന്ദിയും പ്രകടമാക്കിക്കൊണ്ട് നവവൈദികൻ കത്തിച്ചു തിരി നൽകുന്നു. സ്വയം കത്തിയെറിഞ്ഞ ചുറ്റുമുള്ളവർക്ക് പ്രകാശം നൽകുന്ന ഈ തിരിപോയി ദൈവജനത്തിന് വേണ്ടി സ്വയം എറിഞ്ഞു തീരുവാനുള്ള നവവൈദികന്റെ സന്നദ്ധത ഇവിടെ വ്യക്തമാകുന്നു. സകല രൂപതായ അഭിമന്യ ജോർജ് രാജേന്ദ്രൻ പിതാവിനോട് ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. MCBS സന്യാസ സമൂഹത്തിന് സകല രൂപതയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. 1996 ഞങ്ങൾ തമിഴ്നാട്ടിൽ ആരംഭിച്ച മിഷൻ പ്രവർത്തനം ഇന്ന് സകല രൂപതയുടെ കീഴിലാണ്. അഭിമന്യ പിതാവ് ദിവികാരുണ്യ മിഷണറി സഭയോട് കാണിക്കുന്ന സ്നേഹത്തിനും താല്പര്യത്തിനും
ഞങ്ങളേറെ കടപ്പെട്ടവരാണ്. ഇന്ന് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ പ്രിയ സഹോദര വൈദികന പുരോഹിതപട്ടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അഭിനന്ദ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ഇടവകയുടെ വികാരിച്ചനായ മാർട്ടനച്ചനോട് എത്ര വാക്കുകൾ നന്ദി പറഞ്ഞാലും പോരാ. ഈ ദേവാലയം ഏറെ ദിവസങ്ങളായിട്ട് പണിപ്പെട്ട് വളരെ മനോഹരമാക്കി. ഇവിടെയുള്ള കർമ്മങ്ങൾക്കെല്ലാം വേണ്ട രീതിയിൽ ചിട്ടയോടും ക്രമങ്ങളോടും കൂടി അതെല്ലാം രൂപപ്പെടുത്തി. സ്നേഹമുള്ള വികാരിച്ച ഈ ഇടവക ജനത്തെ മുഴുവനും ഒന്നിച്ചു ചേർത്ത് നിർത്തി ഇതൊരു ഇടവകയുടെ ആഘോഷമാക്കി, അതോടൊപ്പം തന്നെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാക്കി മാറ്റിയ സ്നേഹ ബഹുമാനപ്പെട്ട വികാരിച്ചനാണ് ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ FDSH കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ്, ഈ ഇടവകയിലെ വിവിധ കമ്മിറ്റികളായിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും, കൈക്കാരന്മാരും പള്ളി കമ്മിറ്റി അംഗങ്ങളും കുടുംബ കൂട്ടായ്മയുടെ അംഗങ്ങളും എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. അനുപച്ചന്റെ മാതാപിതാക്കന്മാരായ ആന്റപ്പനെയും ലൈസമ്മയും തീർച്ചയായിട്ടും ഈ മകനെ ദിവികാരണ മിഷണറി സഭാ സമൂഹത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ച ഇവരുടെയും ഔദാര്യപൂർണമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആ മാതാപിതാക്കന്മാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. സഹോദരിയായ ആൽഫിക്കും ഭർത്താവായ സോണിക്കും കൊച്ചുമോൻ നോയലിനും സഹോദരനായ ആൽബിനും അങ്കിൾമാരായ സാലോച്ചനും കുടുംബാംഗങ്ങൾക്കും സോമിച്ചിനും കുടുംബാംഗങ്ങൾക്കും സിസിലിയമ്മ കുടുംബാംഗങ്ങൾക്കും MCBSനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 1933 മെയ് 7-ാം തീയതി കേരളത്തില് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സ്ഥാപിതമായ ദിവികാരുണ്യ മിഷണറി സന്യാസ സമൂഹത്തില് ഇന്ന് 400-ൽ പരം വൈദികരും അതിലേറെ പേര് വിവിധ സ്റ്റേറ്റുകളിലായിട്ടുള്ള സെമിനാരി ഫോർമേഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ബ്രസീലിലും ആഫ്രിക്കയിലും വടക്കേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്യാസ സമൂഹം ഈ വർഷവും അനുഗ്രഹീതമായി മുഖ്യപ്പെടുകയാണ്. 18 ദൈവവിളികൾ അല്ലെങ്കിൽ 18 പുരോഹിതരെ നൽകിക്കൊണ്ട് ഈ സഭയെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും താല്പര്യത്തിനും നന്ദി പറയുന്നതോടൊപ്പം കൂടുതൽ മക്കളെ സന്യാസ പൗരോഹിത്യ ജീവിത വഴികളിലൂടെ പറഞ്ഞുവിട്ട് സഭയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഏവരുടെയും സഹായം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും ഏവർക്കും. മനോഹരമായ ഗാനങ്ങൾ ആരംഭിച്ചത് ദിവികാരുണ്യ മിഷണറി സഭാ സമൂഹത്തിലെ കൊച്ചന്മാരാണ്. അവർക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും നന്ദിയും സ്നേഹവും. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ബലിയിൽ പങ്കെടുത്ത് നമ്മുടെ സഹോദര വൈദികനായ നമ്മുടെ മകനായ അനൂപച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അച്ഛന്റെ തുടർന്നുള്ള ജീവിതത്തിന്റെ വഴികളിൽ താല്പര്യരാതെ കടന്നു പോകുവാനുള്ള കർത്താവിന്റെ കൃപാവരത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമൂഹത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുൽക്കുഴിജാതനായ ഉണ്ണിയേശുവിന്റെ എല്ലാവിധ സന്തോഷവും സമാധാനവും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. ഉണ്ണിയേശു നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമാഗതമാകുന്ന പുതുവർഷത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഏവർക്കും ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികൻ നന്ദി നിറഞ്ഞ മനസ്സോടെ ഈ ബലിവേദിയിലേക്ക് തന്നെ ആനയിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അഭിമന്യ ജോർജ് രാജന്റെ പിതാവ് ബഹുമാനപ്പെട്ട പ്രൊഫഷണൽ ഡൊമിനിക് മുണ്ടാഴ്ച, കുര്യാക്കോസ് മോനിലേച്ചാണ്, വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന്റെ നാമം കരുണ എന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, നിത്യപുരോഹിതനായ ഈശോയുടെ കയ്യൊപ്പ് ഹൃദയത്തിൽ പതിഞ്ഞതിന്റെ സന്തോഷവുമായി ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ സ്വയം മുറിച്ചു നൽകുന്ന ഈശോയുടെ ആത്മദാനത്തിന്റെ ബലിവേദിയിലേക്ക്
എന്നെ കൈപിടിച്ച് നടത്തിയ പ്രിയപ്പെട്ടവരെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തിയ ദൈവസ്നേഹത്തിന് ബലഹീനരായ മനുഷ്യർക്ക് തന്നെ ഫലമേൽപ്പിക്കുന്ന ദൈവത്തിന്റെ ഈ അവർണ്ണനീയമായ ദാനം നൽകി എന്നെ സ്വന്തമാക്കിയ ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സ്നേഹവാത്സല്യമോടെ ഇന്ന് ഈ തിരുഹൃദയ ദേവാലയത്തിൽ വന്ന് കൈവപ്പ് ശുശ്രൂഷ വഴി എന്നെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച തക്കല രൂപതയുടെ പിതാവും അധ്യക്ഷനുമായ അഭിമന്യ മാർ ജോർജ് രാജേന്ദ്ര പിതാവിനെ ഏറെ നന്ദിയോടെയും സ്നേഹത്തോടും കൂടി ഈ പരിവേദിയിൽ അനുസ്മരിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട സഹായിയായി നിന്ന ഡെൻസി അച്ഛനെയും നന്ദിയോടുകൂടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. ഈ ഭൂമിയിൽ ഞാൻ ആദ്യമായി കണ്ണു തുറന്ന ആ നിമിഷം മുതൽ എന്നെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു തങ്ങളുടെ ജീവിതത്തിന്റെ ചില്ലയിൽ എനിക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കി തന്ന് ഈശോ എന്ന നാമം ആദ്യമായി എന്റെ ചെവിയിൽ ചൊല്ലിത്തന്ന അവന്റെ ബലിപീഠത്തിലേക്ക് എന്നെ യാത്രയാക്കിയ എന്റെ പ്രിയ അച്ചാച്ചിയെയും അമ്മയെയും ഈ ബലിവേദിയിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവത്തിന് എന്നെ പറ്റിയുള്ള സ്വപ്നം പൂവണിയുന്നതിനു വേണ്ടി അവർ ഏറ്റെടുത്ത കുരിശുകളും വേദനയോടും കണ്ണീരോടും കൂടി ഏറ്റെടുക്കേണ്ടി വന്ന സഹനങ്ങളും നന്ദിയോടുകൂടെ ഓർക്കുന്നു. അതോടൊപ്പം ദൈവം എനിക്ക് വേണ്ടി മാത്രമായി തന്ന എൻ്റെ ചേച്ചി ആൽഫിയെയും ചേച്ചിക്ക് ദൈവം തുണയായി നൽകിയ സോണിച്ചനെയും നോയൽ മോനെയും സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇല്ലാത്ത വിദേശത്തായിരിക്കുന്ന എൻ്റെ പ്രിയ അനുജൻ ആൽവിനെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അനുജനെയും ഈ ബലിവേദിയിൽ ഏറെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം രോഗാവസ്ഥയിലായിരിക്കുന്ന എൻ്റെ വെല്ലുമച്ചിയെയും അമ്മയുടെ വെല്ലുമച്ചിയെയും ഞാൻ ഏറെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. നിങ്ങൾ തന്ന സ്നേഹത്തിന് വാത്സല്യത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. കരിങ്ങാട് കളരിക്കൽ കുടുംബത്തിലുള്ള എല്ലാവരെയും എൻ്റെ പേരപ്പച്ചനെയും പ്രിയ അപ്പാപ്പന്മാരെയും എല്ലാ ബന്ധുക്കളെയും നന്ദിയോടെ ഈ ബലിവേദിയിൽ ഞാൻ ഓർക്കുന്നു. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ദർഭനായ ബാബുചാരനെയും സ്വർഗത്തിലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബാബുചാരനെയും ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ഈ നിമിഷം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയത്തിൽ പകർന്നു തന്ന എല്ലാ വൈദികരെയും അറിവിന്റെ അണയാത്ത വെളിച്ചം എൻ്റെ ഉള്ളിൽ നിറച്ച പ്രിയപ്പെട്ട അധ്യാപകരെയും ഒപ്പം നടന്ന് സ്നേഹിച്ച സഹപാഠികളെയും പ്രിയ സുഹൃത്തുക്കളെയും ഈ ബലിവേദിയിൽ ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കുഞ്ഞുനാളിൽ ഞാൻ കണ്ട പുരോഹിതൻ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ദൈവമയച്ച വൊക്കേഷൻ പ്രമോട്ടർ ബഹുമാനപ്പെട്ട സാബുമാരുടെ അച്ഛനെയും സന്യാസ ജീവിതത്തിന്റെ വിശുദ്ധിയും നന്മയും പകർന്നു തന്ന നോവിസ് മാസ്റ്റർച്ചനായ ബഹുമാനപ്പെട്ട ജോസ് നാരത്തുരുത്തച്ഛനെയും ഈ ബലിവേദിയിൽ ഞാൻ ഏറെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പരിശീലന വഴികളിൽ മുമ്പേ നടന്ന് MCBS സന്യാസ സമൂഹത്തിന്റെ ലാളിത്യവും ജീവിതശൈലി പകർന്നു തന്ന എല്ലാ ജനറൽ അച്ഛന്മാരെയും പ്രൊവിൻഷ്യൽ അച്ഛന്മാരെയും പ്രത്യേകിച്ച് ഇന്ന് പൗരോഹിത്യ കൂട്ടായ്മയിലേക്ക് എന്നെ വലതുകരം നീട്ടി സ്വീകരിച്ച ബഹുമാനപ്പെട്ട ജോസഫ് മലയപ്പറമ്പിലച്ഛനെയും എന്റെ പ്രൊവിൻഷ്യൽ അച്ഛനായ ബഹുമാനപ്പെട്ട ഡൊമിനിക് മുണ്ടാട്ടച്ഛനെയും തിരുപ്പറ്റദാന ശുശ്രൂഷയിൽ സഹകാർമ്മികനായ ജനറൽ കൗൺസിലർ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മോനിലിയച്ഛനെയും ഈ ബലിവേദിയിൽ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പൗരോഹിത്യമെന്ന സ്വപ്ന സാഫല്യത്തിലേക്കുള്ള യാത്രയിൽ പൗരോഹിത്യമെന്ന മൺപാത്രത്തിലെത്തി വിശുദ്ധിയോടെ സ്വന്തമാക്കുവാൻ ഞാൻ പരിശീലിപ്പിക്കപ്പെട്ട പരിശീലന ഭവനങ്ങളായ അതിരപ്പുഴ ലിസ്യുമാനിക് സെമിനാരി, കാഞ്ഞിരപ്പള്ളി നൗഷേരി ഭവനം, തത്വശാസ്ത്ര പഠനം പഠിച്ച ജീവാലയ സെമിനാരി, തമിഴ്നാട്ടിലെ ചെങ്കോട്ട മിഷനെയും ഈ പരിശീലന ഭവനങ്ങളിൽ ജീവിത സാക്ഷ്യത്തിലൂടെ എന്നെ പഠിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും പ്രത്യേകിച്ച് പരിശീലനത്തിന്റെ അവസാന വർഷങ്ങളിൽ ഒരു പുരോഹിത ഭാവം എന്നിൽ രൂപപ്പെടുത്തിയ സനാതന സെമിനാരിയെയും പ്രത്യേകിച്ച് റെക്ടറച്ചനായ ജോസഫ് യാമോലയച്ചനെയും മുൻകാല റെക്ടറച്ചന്മാരായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ പുത്തൻകുരയിലച്ഛനെയും ബഹുമാനപ്പെട്ട ജോണി വെട്ടുകാട്ടച്ഛനെയും ബഹുമാനപ്പെട്ട മാത്യു വടഞ്ഞി പുത്തമ്പരയച്ഛനെയും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തൈക്കാട്ടച്ഛനെയും എല്ലാ ആധ്യാത്മിക പിതാക്കന്മാരെയും പ്രത്യേകിച്ച് സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ബഡാനിക്കലച്ഛനെയും
പ്രിയ ആനിമൽ റച്ചനാണെയും റീജൻസി കാലത്തെ സുപീരിയറച്ചനായ ബഹുമാനപ്പെട്ട മാത്യു ആർക്കബച്ചനെയും ഒപ്പമുണ്ടായിരുന്ന മറ്റച്ഛന്മാരെയും ഈ ബലിവേദിയിൽ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. പരിശീലന വഴികളിൽ പ്രാർത്ഥന കൊണ്ടും സാമ്പത്തിക സഹായം കൊണ്ടും എന്നെ സഹായിച്ച എൻ്റെ എല്ലാ ഉപകാരികളെയും പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും വളർത്തിയ എല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. MCBS സഭയിലെ എല്ലാ ജ്യേഷ്ഠ വൈദികരെയും ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ ബാച്ചുകാരെയും അനുജന്മാരെയും ഇന്ന് ഈ തിരുകർമ്മങ്ങൾ നിയന്ത്രിച്ച ബഹുമാനപ്പെട്ട ആൽവിൻ കൊട്ടുപള്ളിയച്ഛനെയും തിരുകർമ്മങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയ ബഹുമാനപ്പെട്ട ചിനോ കൊല്ലപ്പറമ്പലച്ഛനെയും തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ വചനം പങ്കുവച്ച് നൽകിയ റക്ടച്ചനായിരുന്ന ബഹുമാനപ്പെട്ട ജോണി വെട്ടുകാട്ടിലച്ഛനെയും ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആരംഭിച്ച എമാമസ് ഗായക സംഘത്തെയും അതിന് നേതൃത്വം നൽകിയ ജോയിസി ഗട്ടിയലച്ഛനെയും ശുശ്രൂഷികളായിരുന്ന സബ്ഡീകൻ ബിപിൻ മൂലയിൽ സബ്ഡീകൻ ലിജോ ഐക്യതാഴ ധൂപാർപ്പണം നടത്തിയ ബ്രദർ ഫ്രിഡ്സ് ചെന്നക്കാട് AMCN ആയിരുന്ന സബ്ഡീകൻ ഫ്രാൻസിസ് കിടക്കുടിയിൽ എന്നിവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവശാസ്ത്ര പരിശീലന കാലത്ത് ദൈവം എനിക്കായി ഒരുക്കി തന്ന സ്നേഹഭവനങ്ങളായ അച്ചപാലന ഭവനങ്ങളായ താമരശ്ശേരി രൂപതയിലെ ചിമ്പിലിത്തോട് സെന്റ് മേരീസ് ദേവാലയവും വലിയകുള്ളി സെന്റ് അൽഫോൺസ ദേവാലയം ക്രിസ്തുരാജ ദേവാലയം മാവൂർ ഇടവകകളെ ഒത്തിരിയേറെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. കർത്താവിന്റെ അഭിഷിക്തരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൈവജനവും ഭാവി ജീവിതത്തിലെ കർമ്മവഴികൾക്ക് ഒരു മുന്നാസ്വാദനം ഒരുക്കി തന്ന വികാരിയച്ഛന്മാരായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് കൊച്ചുമണ്ണാരത്തച്ഛനെയും ബഹുമാനപ്പെട്ട റോയി വർണ്ണിയത്തച്ഛനെയും ബഹുമാനപ്പെട്ട ജോസഫ് കീലത്തച്ഛനെയും ഒത്തിരി നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഈ ബലിവേദിയിൽ ഓർക്കുന്നു. ഇവരെയും എല്ലാ യുവജനങ്ങളെയും എല്ലാ ഇടവക ജനങ്ങളെയും ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. എന്നെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുകയും തങ്ങളുടെ സ്നേഹവും കരുതലും കൂട്ടായ്മയും പങ്കുവച്ചു തരികയും ചെയ്ത അവസാന 3 മാസക്കാലം ഞാൻ ഡീകൺ മിനിസ്റ്റർ ചെയ്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരിയച്ഛനായ തോമസ് കൈലച്ഛനെയും അവിടെയുള്ള പ്രിയപ്പെട്ട എല്ലാ ഇടവക ജനങ്ങളെയും സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഈ നിമിഷം ഞാൻ ഈ ബലിവേദിയിൽ ഓർക്കുന്നു. ഈ ബലിവേദിയിൽ ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഓർക്കുന്ന വ്യക്തിയാണ് പ്രിയ ബഹുമാനപ്പെട്ട എൻ്റെ വികാരിയച്ഛൻ മാർട്ടിൻ മുടങ്ങാച്ചനെ. ഇന്നത്തെ ഈ തിരുപ്പട്ട ദാന ശുശ്രൂഷകൾക്കായി ഏറെ അധ്വാനിച്ച വ്യക്തിയാണ് അച്ഛൻ. എല്ലാ ദിവസവും